the various groups and organizations that have given it. Congratulations, sir. And Madam sir, I'd like to request you to please speak a few words at the Banking Excellence Award 2011-2012. Epitoshalan, he'll have a look. He doesn't like to talk too much, but please. His Excellency, Governor of Maharashtra, Sri Sundar Bharat Mammootty, dignitaries, all of the guys, friends. It's a very special evening for me to cherish for a long time. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്നുള്ളതാണ് പറയുന്നത്. നമുക്കിത് പറഞ്ഞു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ബാങ്കുമായിട്ട് പാസ്റ്റുള്ള ബന്ധവും ഇപ്പോഴത്തെ ബന്ധവും. ഈ സെക്രട്ടറി ഗവർണർ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, അപ്പോൾ ബാങ്ക് ഹാൻഡിൽ ചെയ്തത്. ഞാൻ 10 വർഷം ബാങ്കിലായിരുന്നു. എല്ലാവർക്കും പണ്ട് അത് ഇപ്പൊ മമ്മൂക്കയുടെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോറത്തിൽ പറയാൻ പറ്റും. മമ്മൂക്ക മാത്രം ഉണ്ടാക്കുന്ന കാശുകൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ബാക്കി എല്ലാവരും ബിസിനസ്സൊക്കെ ചെയ്ത് കളയും. നമുക്കതിനെ എല്ലാ ബാങ്കുകാരും മമ്മൂക്കയുടെ വീട്ടിൽ രാവിലെ മീറ്റ് ചെയ്യാൻ ചെല്ലാറുണ്ട്. അപ്പൊ ഞാൻ ടിപ്പൂടെ തിരുവനന്തപുരത്തെ ബാങ്കേഴ്സും ആരെങ്കിലും പോയില്ലെങ്കിൽ മമ്മൂക്കയുടെ നടത്തിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഗവർണർ അറിയാത്തൊരു കാര്യം ഞാനത് പറയാറ്. മഹാരാഷ്ട്രയില് പ്രത്യേകിച്ച് ബോംബെയിൽ ഈ നാക്കാബന്ദി എന്നൊരു സംഭവം, ടെററിസ്റ്റ് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാത്രി 12 മണിയാണ് ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്തതാണ്. ഞാൻ ബോംബെയിൽ എത്തുന്നത് സാധാരണ ശനിയാഴ്ചയാണ്. സാധാരണ ഫാമിലി എയർപോർട്ടിൽ ഒരു പിക്കും ഒന്ന് കറങ്ങിയടിച്ച് വരുമ്പോ ഇന്ന് വരെ പോലീസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ ഗവർണറോട് പറഞ്ഞില്ല, ഗവർണറുടെ ലഭിക്കാന്നാ പറയാം. അപ്പൊ ചോദിച്ചു ഇവിടെ ഈ പുറത്തില് അവാർഡ് പലതും വരാറുണ്ട്. 90% അവാർഡും ക്ഷേത്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ ഉദ്ഘാടനമോ ഷോപ്പ് ഉദ്ഘാടനം അതിന്റെ പിറകിലുള്ള ആദ്യത്തെ ഉദ്ദേശം ടെലിവിഷനിലാണ്. ഇതിനിടെ ഒരു കൂട്ടി വന്നപ്പോ ഒരു മന്ത്രി കെ ബാബു അല്ല പറഞ്ഞത്, വേറൊരു മന്ത്രി വിളിച്ചു വന്ന് രാവിലെ ഓഫീസിലേക്ക് പറഞ്ഞു, നാട്ടുകാരൊക്കെ വന്നിട്ട് താങ്കൾക്ക് കാണണം. ഒരു 2 മിനിറ്റ് കാര്യം അത് വന്നു. അപ്പൊ ക്ഷേത്ര കമ്മിറ്റി ഉദ്ഘാടനമാണ്, അവിടെ എത്തണം. ചുരുക്കി 4 മണിക്കൂർ തിരുവനന്തപുരത്ത് പരമോളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന ഉദ്ദേശം മനസ്സിലായി, കവറേജ് അല്ലേ, അത് ഞാൻ ചെയ്തോളാം, ഒഴിവാക്കും. അല്ലാതെ നിർബന്ധമായി വരണം, എങ്ങനെയായാലും വരണം, അതൊക്കെ അവർക്ക് ഒഴിവാക്കും. പിന്നത്തെ പോകുന്നതിന് മുമ്പ് ചോദിച്ചു, സാറേ അതുപോലെ ഡൊണേഷൻ തന്നുള്ളത് കീചക അതാണ് വെച്ചിരിക്കുന്നത്, അതിൽ വല്ല ഡൊണേഷനും. ഞാൻ വിചാരിച്ച പോളിസി വി ഡോണ്ട് ഗിവ് എനി ഡൊണേഷൻ. അപ്പോ കീചകനെ വധിക്കണ്ടല്ലോ സാറേ, ഒന്ന് വെടിവെച്ച് വെക്കാൻ മതി അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവമുണ്ട്. പക്ഷെ ഈ ഒരു അവാർഡ് വളരെ വ്യത്യസ്തമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു തറവാട്ടിലേക്ക് വന്നൊരു ഫീലാണ്. ഇങ്ങനെ ഒരു ഫോറത്തില് എന്തെങ്കിലും വരണം, പഴയ കൊളീഗ്സിനെ പഴയ ബാങ്കേഴ്സിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും ഒരു സമയമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു മുഹൂർത്തം ഇപ്പൊ വന്നത്. ഈ ഒരു മുഹൂർത്തത്തില് 1-2 കാര്യങ്ങൾ ഹിസ് എക്സലൻസി ശങ്കരാനന്ദ സാർ വളരെ പഴയ ബന്ധമുള്ള ഒരാളാണ്. ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന ആ സമയം മുതലാണ് മഹാരാഷ്ട്രയില് ഏതൊരു മലയാളിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് രാജ്ഭവൻ. എന്ത് പ്രശ്നമായിട്ട് ഏത് സമയത്ത് ചെന്നാലും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും കേൾക്കുകയും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോഴും അങ്ങനെയാണ്. ഞാനൊരു പ്രപ്പോസൽ കൂടെ കൊടുക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു കേരളീയ സമാജം ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഫഷൻ കൂടെ കിട്ടിയാൽ രാജ്ഭവൻ. അപ്പൊ അത്രയും അടുത്തൊരാൾ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കും. ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് മമ്മൂക്കയുടെ വേളമാണ്. ഈ മമ്മൂക്ക പലരും തെറ്റിദ്ധരിച്ച വ്യക്തിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൈരളിയുടെ ചെയർമാൻ ഈ ഏഷ്യാനെറ്റിന്റെ ഒരു ഫംഗ്ഷനിൽ
നമുക്ക് കയ്യിലൊരു ചെയർമാൻ മാത്രമല്ല, നമുക്ക് മലയാളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലിന്റെയും ചെയർമാൻ. പ്രത്യേകിച്ച് ഏഷ്യനെറ്റും നമുക്കായിട്ടുള്ള ബന്ധം പലപ്പോഴും ഇതുവരെ എന്നെ ചീത്ത വിളിച്ചു. ഇന്നലെ ഐഡിയാസ്റ്റാസിംഗ പ്രോഗ്രാമിലുള്ള ചില വ്യക്തികൾ കൂടി കാണിച്ചു. ഞാൻ ചോദിച്ചു, നമുക്ക് ഏഷ്യന്റെ ചെയർമാനാണോ അതോ വേറെ ചെയർമാനാണ്? അതൊന്നും ഇതൊക്കെ തന്നെ കറക്റ്റ് ചെയ്താൽ മതി. പലപ്പോഴും ശാസിക്കുകയും അഡ്വൈസ് ചെയ്യുകയും കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത് പ്രൊഫഷണലായിട്ട് മാത്രമല്ല പേഴ്സണലായിട്ട്. ഇപ്പൊ വീട്ടിൽ വന്ന നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു 5 കാര്യങ്ങളൊന്നും ഭാര്യയോട് പറഞ്ഞിട്ടാ പോവാ, മാധവൻ അങ്ങനെയാണ് ശരിയല്ല, ഇങ്ങനെയാക്കണം, അങ്ങനെയാക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ 2 കറക്കം കറക്കി മാത്രമേ കൂടെ വീട്ടിൽ കൊണ്ടുപോകാൻ നേരെ ചിലപ്പോൾ. കാരണം നമുക്ക് വന്നുപോയ ഒരാഴ്ച പ്രശ്നമാണ്, കണ്ടില്ലേ നമുക്ക് പറയാൻ കേൾക്കുക. അപ്പൊ ഇത്രയും ഈ വേറെ ദിവസം വന്നത് ഈ മമ്മൂടെ നല്ല നല്ല വശം ഇന്ന് പലവരെ വിളിച്ചിട്ട് വിളിച്ചു. ഈ 5 കാര്യം ഒരു ഫംഗ്ഷൻ കൊടുക്കും. ഞാനല്ല വെച്ചത്, എന്റെ ഷൂട്ട് നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് ഷൂട്ട് കണ്ടി സാധാരണ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യാത്ത കാര്യമാണ്. ഷൂട്ട് നിർത്തി വെച്ച് അതിന്റെ ലോസ് ടു ബി ഇൻ ലാക്സ് അത് മാറ്റി വെച്ച് നമുക്ക് തന്നെ പ്രൊഡക്ഷൻ ചുരുങ്ങിയത് 5-6 ലക്ഷം ലോസ് ഉണ്ട്. എനിക്കറിയാം ഈ ഇൻഡസ്ട്രി ആയിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് നമുക്ക് കൃത്യസമയം 5:30 ഇതാണ് നോക്കുക. ഈ കഴിഞ്ഞ മാസം ഞങ്ങള് ലണ്ടനിലുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എന്തോ കാര്യം വഴക്കായി. ഇപ്പൊ ഉച്ചക്ക് 1 മണിക്ക് 2 ഹോട്ടലിലാണ് താമസിച്ചു. തണുപ്പെട്ട് നടന്നു പോകാറുണ്ട്. 10 മിനിറ്റ് നടന്നാൽ ഞങ്ങൾ ഹോട്ടലിൽ 1 മണിക്ക് ഫോൺ വന്നു, നീ ഭക്ഷണം കഴിച്ച? ഞാൻ വന്നില്ല, കഴിക്കുന്നില്ല. നമുക്ക് കഴിച്ചോളൂ, നമുക്ക് വൈകുന്നേരം കാണാം. അതല്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം, സ്റ്റാർബക്കിന്റെ മുന്നിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, വന്നോളാം. അതിനിടെ ഒരു കോളൊക്കെ വന്നു, അരമണിക്കൂർ ലേറ്റ് ആയി. ഞാൻ മമ്മൂക്കനെ മൊബൈലിൽ വിളിക്കാൻ ശ്രമിച്ചു. മൊബൈൽ കഴിഞ്ഞിരുന്നു നമുക്ക് ഫോൺ എടുക്കുന്നത്. അങ്ങനെ കോൾ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നല്ല തളർന്നു. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് സ്ഥാപനത്തിന് മുന്നിൽ നമുക്ക് അവിടെ കാരണം ദേശീയ മണക്കുന്നതിനപ്പുറം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മമ്മൂക്ക ഇവിടെ ഈ അവസരത്തിൽ നേരെ കൊണ്ടുവരുന്നത് പറഞ്ഞാൽ വലിയ സന്തോഷം. പിന്നെ ഒരുപാട് ഡിഗ്നിറ്റീസ് അതിൽ എൻ്റെ 2-3 ഗുരുക്കന്മാരുണ്ട്. MBK സാറ് ഫെഡറൽ ബാങ്ക് ഒരു കൊച്ചു ബാങ്കായിരുന്നു. അതിനെ പബ്ലിക് ഇഷ്യൂയിലൂടെ ഇന്ത്യയിലെ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ബാങ്കാക്കി മാറ്റിയത് വലിയൊരു പങ്ക് വഹിച്ച ബാങ്കിങ് സെക്ടറിൽ ഒരു മഹാനാണ് MBK സാർ. അതേപോലെ ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച വേറൊരു ചെയർമാൻ കൂടെ ഇവിടെ ഉണ്ട്, പത്മനാഭ സാറ് ഫെഡറൽ ബാങ്കിന്റെ വേറൊരു ഫേസിലേക്ക് വലിയ ഒരു കോലാഹലവും ഇല്ലാതെ വളരെ ശാന്തനായിട്ട് ഫെഡറൽ ബാങ്ക് വേറൊരു ലെവലിലേക്ക് എത്തിക്കുക. അതിന്റെ എന്റർപ്രൈസ് വാല്യൂ has taken to different level, profitability has taken to 600 crore, all those things happened during this period. പത്മനാഭ സാർ ഇവിടെ ഉണ്ട്. പിന്നെ എന്റെ വേറൊരു ഗുരുവായ ഫ്രാൻസ് സാർ ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ഗുരുക്കന്മാര് ബാങ്കിങ്ങിന്റെ ബേസിക്സ് പഠിച്ചിട്ട് എല്ലാവരും ഇവിടെ ഉള്ളതിൽ വളരെ സന്തോഷം. ഈ അവാർഡ് ഞാൻ വായിക്കാറില്ല എന്ന് പറഞ്ഞാൽ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ വാങ്ങാറില്ല. ഒരു ദിവസം രാവിലെ അടുത്ത ഫ്രണ്ടായ അബ്രാന്തരെ വിളിച്ചു, മിസ്റ്റർ ബാലകൃഷ്ണൻ മീറ്റിംഗ് എന്താ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങള് ബാങ്കേഴ്സ് ഫോറത്തിന്റെ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വീണ്ടും ചാനലിൽ കയറിയാണെങ്കിൽ ഞാൻ ചെയ്തോളാന്ന് പറയുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്തു. കൊച്ചിൻ ഓഫീസിലെ മിസ്റ്റർ ബാലകൃഷ്ണൻ വരുന്നു. ബാലകൃഷ്ണൻ വളരെ പേഷ്യൻ്റായിട്ട് കേട്ടു. ഇത് അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, അവർക്ക് കൊടുത്തേക്കും, പിന്നെ പ്രോപ്പർ കവറേജ് ഞാൻ ചെയ്തോളാം, അത് കാര്യം പറഞ്ഞതല്ല. ബാലകൃഷ്ണൻ ഒരു മിനിറ്റ് കണ്ണൂർ ലാംഗ്വേജിൽ പറഞ്ഞു, നിന്റെ കവറേജ് എനിക്ക് വേണ്ട, ഇതൊരു കമ്മിറ്റി തീരുമാനം പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. അപ്പോ അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, അതിന്റെ ഒരു ഇത് വളരെ ഇഷ്ടം. ഇങ്ങനെയുള്ളൊരു ഫോറം ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഒരു വലിയ ഫോറം. കാരണം ഒരു വർഷം ഏകദേശം 100 അവാർഡ് ഞാൻ കൊടുക്കാറുണ്ട്, ഏഷ്യനെറ്റ് കൊടുക്കാറ്, ഫിലിം അവാർഡ്സ്. അത് പലപ്പോഴും മമ്മൂക്കന്നെ അതിന്റെ ബെസ്റ്റ് ആക്ടർ പ്രധാന അവാർഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് വർഷങ്ങളായിട്ട്. കഴിഞ്ഞ 17 വർഷത്തിൽ എല്ലാ വർഷവും നമുക്ക് ഒരു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാർ സിംഗർ, ഇങ്ങനെ കോമഡി സ്റ്റാർ,
എല്ലാം കൂടെ ചേർത്താൽ ഒരു 100 അവാർഡ് വരും. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട അവാർഡായിട്ട് തന്നെ കാണാം. ഈ അവാർഡ് ഇത്തരം പ്രസ്റ്റീജിയസ് അവാർഡ് വരുമ്പോൾ ഇതിന് 2 കാരണം. ഒന്ന്, ഇതൊരു വാണിംഗാണ്. Look, you have performed so and you have to improve your performance level. It's a warning from the banking fraternity. 2, hey, for you it is time to retire, just get lost. അപ്പൊ ഇതിൽ ഏതാണ് അബ്രഹാം കരിയറും ആലോചന ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇത് 2 നല്ലൊരു സൂചന. ഇന്ന് രാവിലെ കുത്തിപ്പറുക്കി ഉണ്ടാക്കിയ ഒരു പ്രസംഗം വായിക്കണമെന്ന് അറിയില്ല, എന്നാലും 1 മണിക്കൂർ ചെലവ് ചെയ്ത് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോ പറഞ്ഞു മലയാളം അറിയാത്തവര് ഇംഗ്ലീഷ് സംസാരിക്കട്ടെ, ഇംഗ്ലീഷ് അറിയാത്തവര് മലയാളം സംസാരിക്കട്ടെ, അല്ലെ? Outside, let me thank State Federation of Bankers of Kerala for choosing me as the recipient of this prestige award. State Federation of Bankers is probably the only forum in India which identifies and honors someone outside its fraternity in this time. I thank the entire team, especially Mr. Abraham, Mr. Balakrishnan and all others for taking this leadership and doing a wonderful job under the banner of State Federation. Honestly, I do not quite understand how the choice would follow me. I've moved from the banking industry a decade ago, but I still consider myself as part and parcel of the banking industry. Having had the opportunity to be an insider in the banking industry for more than a decade, I am quite conscious of the roles banks and bankers play in the amazing progress of the country, particularly in the last 2 decades. While banks across the globe failed to measure in the last 1 decade, in the banking sector did us proud. Many of the leaders who led us through the global economic recession are present here today. On behalf of the Indian media industry, I salute the giants of Indian banking who are instrumental in giving the right direction to the banking industry during the global recession. Coming to the entertainment industry, I am glad that I am part of the growing and exciting industry. The world needs and demands innovative and smooth flow of entertainment. Like banking, the entertainment industry too is passing through challenges and opportunities brought up by fast-changing technology, innovations and growing competition. This could be the only industry where your performance is being rated by minute. All TV programs are being monitored minute by minute basis by a rating agency called TAP. I am in the television industry knowing fully well that in the next 10 years, TV industry will be going through tremendous changes and even the TV set will be a rare sight like the Remington typewriter. But one thing is sure, the platform for delivery of entertainment will keep changing, but not entertainment. The entertainment industry is going, there is tremendous potential for the media industry to go and reach further heights. The average time spent on TV by an individual per day in US is 370 minutes, whereas it is just 154 minutes in India. Asianet made history in 1993, 20 years ago, by coming on air as the first Malayalam satellite channel. This was the first regional channel in India. It was not an easy decision at the time when nobody, including the giants in Malayalam media industry, really understood what we should media meant. I salute the entrepreneurship of the people who could dream and make Asianet a reality. I started associating with Asianet in the year 1999 when the company was passing through an extremely difficult phase. Asianet's journey was not on a carpet path, especially during the first years from 1999 to 2004. Many thought we should keep on shut shop. We had a tough time in managing and the efforts of the company, including the transponder and payments. Company went through all sorts of problems and challenges. But we made it a point during this period we could also establish Asianet all over the world and also set up an independent, vibrant news channel on par with any international news channel. Today, Asianet presents the turnaround story before you. A company which starts with a negative net worth of 24 crore reached a net worth of 500 crore with an enterprise value of 6,000 crore in less than a decade. Looking back,